എങ്ങനെയുണ്ട് ആദി? സൂപ്പർ. ടേസ്റ്റ് എങ്ങനെയാ? ബിരിയാണി ടേസ്റ്റ് ആണോ? അല്ലേ, നമ്മുടെ മറ്റേ കുഴിമന്തിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണോ? ആണല്ലേ. അപ്പൊ എങ്ങനെ, സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. അപ്പം ആദിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് റൈസ് ആട്ടോ. ഇതിൻ്റെ പേര് സുർബിയൻ അല്ലെങ്കിൽ സുർബിയൻ എന്നൊക്കെയാണ് പറയണത്. ഇത് സാധാരണ യമൻ, സൊമാലിയ, പിന്നെ ചില അറേബ്യൻ ഉപദ്വീപുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല പ്രചാരമുള്ള ഒരു ബിരിയാണി ആട്ടോ ഇത് കൂടുതലും അവർ കല്യാണം അല്ലെങ്കിൽ ഈദ് അതിനൊക്കെ മാത്രമാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ ഇത് മട്ടനും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിവിടെ ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനിപ്പോൾ ഒരു എന്താ പറയുക, ഇതിനൊരു ഹൈദരാബാദി ബിരിയാണിയുടെയൊക്കെ ഒരു ചെറിയൊരു ടച്ച് ഉണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു റൈസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ 250 ഗ്രാം, ഇത് വലിയ പീസായിട്ട് മുറിച്ചതാണ്. 2 വലിയ സവാള, ഇത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്താണ്. ആദ്യമേ ഈ സവാള നമ്മളൊന്ന് വറുത്തെടുക്കണം. ഈ സവാള സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കാം. അപ്പോൾ ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് അധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ സവാള വറുത്ത് കോരുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ചധികം എണ്ണ ഒഴിക്കണം. അതിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. ഈ സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ എണ്ണ നന്നായിട്ട് പോകണം. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇത് ഇനി ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല. ഈ എണ്ണ വെച്ചിട്ട് തന്നെയാണ് നമ്മളിനി ബിരിയാണി ഉണ്ടാക്കുന്നത്. 1.5 ഗ്ലാസ് ബിരിയാണി റൈസ്. അപ്പോൾ നമ്മൾ അരി എടുക്കുമ്പോൾ അളന്ന് വേണം എടുക്കാനായിട്ട്. നമ്മളിത് വറ്റിച്ചാണ് ഉണ്ടാക്കുന്നത്. വറ്റിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ അരി എടുത്തിട്ട് ഇങ്ങനെ നികത്തിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ എടുത്താൽ മാത്രമേ നമ്മൾ വറ്റിക്കുമ്പോൾ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കരുത്. ഞാൻ ഈ അരി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോക്ക് ചെയ്ത് വെച്ചേക്കണ അരിയല്ല കേട്ടോ. സോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ സോക്ക് ചെയ്യാറില്ല. ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നെയ്യ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ അടുത്ത് ചേർക്കത്തില്ല. നമ്മൾ നേരത്തെ സവാള വറുത്ത എണ്ണയായിരിക്കണം ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ എണ്ണ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ സവാള വറുത്ത എണ്ണയാകുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാട്ടോ. ആ സവാളയുടെയൊക്കെ അതൊക്കെ ആ എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പൂ, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും ചേർക്കേണ്ടത്. മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കണ അരി ചേർക്കാം. ഈ അരി എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്ത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അകത്ത് 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരി ഒഴിച്ചിരുന്നത്. അപ്പോൾ അതിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് ഇതൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കാം. ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റി വരാനായിട്ട്. അപ്പോഴേക്ക് ഇത് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്തായി നോക്കാം. റൈസിലേക്ക് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്.
അതുപോലെ റൈസ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു തവ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഓയിൽ ഒഴിക്കാം. നമ്മൾ സവാള വറുത്ത ഓയിലാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർക്കാൻ പോവാം. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് വേറെ നമ്മൾ സവാളയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ അറബിക് മസാല. സ്റ്റൗ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ചേർക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇനി ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇതൊരു വലിയ ഉരുളക്കിഴങ്ങ് വലിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു വലിയ തക്കാളി, അത് വലിയ പീസായിട്ടാണ് അരിഞ്ഞേക്കുന്നത്, അതും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് സവാള വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നതാണ്. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് 3 ചേർത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്, എന്തായാലും നോക്കാം. നമ്മളിത് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് പുതിന ഇല, അതും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ്. എന്നാൽ പുലാവിൻ്റെ ഒരു സ്റ്റൈലും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും നമ്മൾ ബിരിയാണിയിൽ ചേർക്കത്തില്ലല്ലോ, അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട്. അതുപോലെ സവാള വറുത്തിരുന്നൊക്കെ നമ്മൾ ഹൈദരാബാദി സ്റ്റൈലിലാണ് വരുന്നത്. പിന്നെ ഇതിൽ നെയ്യൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ബിരിയാണിയുടെ ഒരു ടെക്സ്ചർ തന്നെയാണ്, പക്ഷേ ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട്. പിന്നെ അവരുടെ അറബിക് മസാല, ഈ അറബിക് മസാല എന്നിട്ട് ചേർത്തിട്ടുണ്ടല്ലോ. ഈ അറബിക് മസാലയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തേച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ അറബിക് മസാല എന്നും പറഞ്ഞുകൊണ്ട് മേടിക്കാൻ കിട്ടും, അത് ചേർത്താലും മതി. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ബിരിയാണി മസാല ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്ത് കേട്ടോ, അതിനൊരു വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതിലെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ചോറിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്താൽ മാത്രമേ ഇതൊന്നൊരു ദമ്മായിട്ട് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കുങ്കുമപ്പൂവ്, ഇത് ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്തതാണ്, അതൊഴിക്കാം.
പിന്നെ നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിരുന്ന സവാള ചേർക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് എയർ പുറത്ത് പോകാത്ത രീതിയിൽ വേണം അടയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഹോളുണ്ട്, അത് സ്റ്റിക്കർ വെച്ചിട്ട് അടയ്ക്കണേന്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ തന്നെ വെച്ചേക്കണം. അതുപോലെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എത്രത്തോളം കുറയ്ക്കാവോ അത്രയും കുറച്ച് നല്ല ലോ ആക്കിയിട്ട് വെക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവറൊന്നുമല്ല, നമ്മൾ അറബിക് മസാലയൊക്കെ അല്ലേ ചേർത്തേക്കുന്നത്, അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സുർബിയാൻ റൈസ് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് സൈഡായിട്ട് നമുക്ക് സലാഡ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു വെറൈറ്റി റൈസാണ്. നമ്മൾ സാധാരണ എപ്പോഴും ബിരിയാണിയും മന്തിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും മാറ്റി പിടിക്കുക. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.